നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. ഗൃഹാതുര സ്മരണയിൽ പ്രവാസ ലോകത്ത് കൊയ്ത്തുത്സവം. ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കൃഷിയെ സ്നേഹിക്കുന്ന പ്രവാസി ഫേസ്ബുക്ക് സംഘടനയുടെ കൂട്ടായ്മയായ അടുക്കളത്തോട്ടം ദോഹയുടെ ആഭിമുഖ്യത്തിൽ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രയത്നങ്ങളുടെ വിളവെടുപ്പാണ് ദോഹയിൽ നടന്നത്. കൃഷിക്കണക്കിൽ 7 പറ നിലത്ത്, അതായത് 70 സെന്റ് സ്ഥലത്തിലാണ് അടുക്കളത്തോട്ടം ദോഹ വിത്തെറിഞ്ഞത്. വിളഞ്ഞ് പാകമായി നിൽക്കുന്ന മലയാളത്തിന്റെ പൊൻകതിരുകൾക്കായി ഒരു കൊയ്ത്തുത്സവം. ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ അൽദോസരി പാർക്കിലാണ് മെയ് ദിനത്തിൽ കൊയ്ത്തുപാട്ടിന്റെ ഈണം മുഴങ്ങിയത്. കൃഷിയെ സ്നേഹിക്കുന്ന പ്രവാസി മലയാളികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ അടുക്കളത്തോട്ടം ദോഹയുടെ നേതൃത്വത്തിൽ 6 മാസമായി ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി നടത്തിയ പ്രയത്നങ്ങളുടെ വിളവെടുപ്പാണ് ദോഹയിൽ നടന്നത്. കൃഷിക്കണക്കിൽ 7 പറ നിലത്താണ് അടുക്കളത്തോട്ടം ദോഹ വിത്തെറിഞ്ഞത്. നനയ്ക്കാനും പരിപാലിക്കാനുമുള്ള സൗകര്യത്തിനായി 6 കണ്ടങ്ങളാക്കി. ഇതിൽ 2 കണ്ടങ്ങളാണ് കൊയ്ത്തിന് പാകമാക്കിയത്. ഷഹാനിയയിലെ 200 ഏക്കറിലധികം വിസ്തൃതിയുള്ള അൽദോസരി പാർക്കിന്റെ ഒരു ഭാഗം ഇതിനായി പാർക്കുടമ മുഹമ്മദ് അൽദോസരി കൃഷി ചെയ്യാൻ സൗജന്യമായി വിട്ടു നൽകിയതാണ് നെൽകൃഷി ആശയത്തിലേക്ക് മലയാളികൾക്ക് തിരിയാൻ പ്രചോദനം നൽകിയത്. പിന്നെ കൃഷിഭൂമിയിലെ മണ്ണ് കൃഷിക്ക് രൂപപ്പെടുത്തിയെടുക്കലായി പ്രധാന വെല്ലുവിളി. ആ ശ്രമവും പിന്നീട് ഫലം കണ്ടു. ചാണകമിട്ട് 1 മാസത്തോളം കണ്ടങ്ങൾ നനച്ചു, കിളച്ച് മറിച്ച് ചേറൊരുക്കി. കൂട്ടായ്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന അംബര പവിത്രൻ, മീന ഫിലിപ്പ്, ജിഷ കൃഷ്ണൻ എന്നിവരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. സഹായത്തിന് 2 ശ്രീലങ്കൻ തൊഴിലാളികളെ ദിവസക്കൂലിക്ക് എടുത്തു. പി കെ പവിത്രൻ, ഫിലിപ്പ് മട്ടത്തിൽ, ജവഹർ, അമീർ കോയ, സലിം ബാബു, പ്രകാശ്, ബിനു മാത്യു, ആശ ജവഹർ, റംല സമദ്, മറിയാമ തോമസ് എന്നിവരും വൈകാതെ കൂട്ടായ്മയുടെ ഭാഗമായി. ഖത്തറിലെ മുൻ പ്രവാസി കൂടിയായ കേരളത്തിന്റെ കൃഷിമന്ത്രി കെ പി മോഹനാണ് ഒക്ടോബർ 17 വിത്തെറിഞ്ഞത്. നെൽകൃഷി അടക്കം മരുഭൂമിയിൽ തീർത്തുകൊണ്ട് ദോഹയിലെ പ്രിയപ്പെട്ട സഹോദരിമാരും ചേർന്നുകൊണ്ട് ഫേസ്ബുക്ക് അടുക്കളത്തോട്ടം കൂട്ടായ്മയിലൂടെ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതിലൂടെ നമ്മൾ കാണുകയാണ്. ഒന്ന്, സോഷ്യൽ മീഡിയാസ് ഇന്നത്തെ കാലഘട്ടത്ത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുമ്പോൾ ഇവിടെ ഒരു നല്ല സന്ദേശവുമായിട്ടാണ് അടുക്കളത്തോട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഫേസ്ബുക്കിലൂടെ കൃഷിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം മുന്നോട്ട് പോയപ്പോൾ 10,000-15,000-ഓളം ആളുകൾ അതിനെ ഇഷ്ടപ്പെടുത്തുകയും ആ ഇഷ്ടം ഇന്ന് പച്ചക്കറി നെൽ കൃഷി ഉൽപ്പാദനത്തിലേക്ക് കടന്നു വന്നുവെന്ന് പറയുമ്പോൾ ഉൽപ്പാദന രംഗത്ത് സോഷ്യൽ മീഡിയയുടെ പങ്ക് വലുതാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ കിളിർത്ത വിത്തുകൾ നനത്ത ചൂടും മൂലം വേരുപിടിച്ചില്ല. പിന്നീട് വില്ലയുടെ മുറ്റത്ത് പാകി മുളപ്പിച്ച ഞാറുകൾ ഇവിടേക്ക് പറിച്ചു നടുകയായിരുന്നു. മണ്ണിന്റെ ഊഷര സ്വഭാവം മൂലം പലതും ഉണങ്ങിയതോടെ നാട്ടിൽ നിന്നും ജ്യോതി നെൽവിത്ത് വരുത്തി. ദിവസവും 40 കിലോമീറ്ററിലേറെ കാറോടിച്ച് മുടങ്ങാതെ വയലിലെത്തി ഇവർ നെൽച്ചെടികളെ പരിചരിച്ചു. വെയിൽ കനത്തതോടെ നെല്ലുണങ്ങി കതിർ ഒടിയാതിരിക്കാനും കിളികൾ കൊത്താതിരിക്കാനുമായി ഗ്രീൻ നെറ്റ് വിരിച്ചു. അങ്ങനെ നീണ്ട പരിചരണത്തിനൊടുവിലാണ് നെൽക്കതിരുകൾ വിളഞ്ഞത്. വിളഞ്ഞ നെല്ലുകളുടെ കൊയ്ത്തുത്സവത്തിന് ആദ്യം വിത്തെറിഞ്ഞ മന്ത്രി കെ പി മോഹനുമെത്തി. മന്ത്രിയാണ് ആദ്യ കതിര് കൊയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ഭൂമിയും ലഭിക്കണം. മരുഭൂമിയിൽ ഭൂമി ലഭിക്കുക എന്നത് പ്രത്യേകിച്ച് മലയാളികളെയും മറ്റ് അന്യരാജ്യക്കാരെയും സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. പക്ഷെ അത് നേടിക്കൊടുത്തത് ഇവിടുത്തെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരനായിരിക്കുന്ന, ഈ ദേശവാസിയായിരിക്കുന്ന മുഹമ്മദ് അൽദോസരി എന്ന് പറയുന്ന ഖത്തറിയാണ്. അദ്ദേഹത്തിൻ്റെ സന്മനസ്സാണ് ഇതിന് കളമൊരുക്കാൻ നമുക്ക് സാധിച്ചത്. അദ്ദേഹത്തോടുള്ള നന്ദി കേരളത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഒപ്പം കേരള സർക്കാരിന് വേണ്ടിയും ഞാനിവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അർപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൂടെ മറ്റൊരു സന്ദേശമുള്ളത്, നമുക്ക് ആഹരിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് നമ്മുടെ സ്വന്തം പുരയിടത്തിലും, ഇനി പുരയിടത്തിൽ ഭൂമിയില്ലെങ്കിൽ
ടെറസിൽ കൃഷി ചെയ്തുകൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ്. തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ പ്രവാസി മലയാളികൾക്കും ആഹ്ലാദമടക്കാനായില്ല. കഷ്ടപ്പെട്ട് പാകമാക്കിയെടുത്ത സ്വപ്നം കതിരണിഞ്ഞപ്പോൾ ഒരു നിമിഷം തങ്ങൾ നാട്ടിലാണെന്ന ഓർമ്മ പലർക്കും തോന്നി. ഏതായാലും നാട്ടിലെ നെൽക്കതിരുകളുടെ പച്ചപ്പ് പ്രവാസ ലോകത്തും പുതിയ ഊർജവും പഴയ ഓർമ്മകളും നൽകുകയാണ് പ്രവാസി മലയാളികൾക്ക്. പേർഷ്യ അഥവാ ഗൾഫ് എന്ന ഓരോരുത്തരുടെയും സങ്കല്പമാണ് ഇവിടെ മാറ്റിവരയ്ക്കപ്പെടുന്നത്. ദാഹജലം പോലും കിട്ടാക്കനിയായ പ്രവാസലോകം, വറ്റിവരണ്ട മരുഭൂമി, ചുട്ടുപൊള്ളുന്ന പച്ചപ്പില്ലാത്ത മണലാരണ്യം എന്ന സങ്കല്പം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളികൾ. മലയാളിയുടെ ഈ കൃഷിസ്നേഹം ഗൾഫിനെ ഇനിയും ഇനിയും പച്ചപ്പുതപ്പിക്കട്ടെ. കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഹമീദ് അലി റാവുവിന് ഊഷ്മളമായ യാത്രയയപ്പാണ് പ്രവാസി ഇന്ത്യക്കാർ നൽകിയത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ ഊഷ്മളമാണെന്നും പരസ്പര വിശ്വാസവും സഹകരണവും വഴി അത് ഊട്ടിയുറപ്പിക്കുന്നതിൽ പ്രവാസി ഇന്ത്യക്കാർക്കുള്ള പങ്ക് വലുതാണെന്നും ഡോക്ടർ ഹമീദ് അലി റാവു പറഞ്ഞു. റിയാദിലെ ഇന്ത്യൻ എംബസി സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ നിരവധി സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി 4 വർഷം പൂർത്തിയാക്കി മടങ്ങുന്ന ഹമീദ് അലി റാവുവിന് ഇന്ത്യൻ സമൂഹം സ്നേഹാദരങ്ങളോടെ യാത്രാമൊഴി നൽകി. സൗദിയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് മികച്ച പിന്തുണ നൽകിയ ജനകീയ അംബാസിഡറായിരുന്നു അദ്ദേഹമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു. സൗദിയിലെ ഇന്ത്യൻ സമൂഹം സമുചിതമായ യാത്രയപ്പാണ് അംബാസിഡർക്ക് ഒരുക്കിയത്. റിയാദിലുള്ള പ്രവാസി സംഘടനകളും എംബസി വോളണ്ടിയർമാരും ചേർന്ന് രൂപീകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിയാദിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ത്യൻ എംബസി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. മലയാളി സംഘടനാ പ്രതിനിധികളുടെ സജീവ പങ്കാളിത്തം പരിപാടിക്ക് കൊഴുപ്പേകി. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുന്നതിന് പുതുതായി വരുന്ന സ്ഥാനപതിക്കും ഇന്ത്യൻ സമൂഹത്തിന് പിന്തുണ വേണമെന്ന് കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഹമീദ് അലി റാവു പറഞ്ഞു. റിയാദ് ഇന്ത്യൻ സ്കൂളിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിദാഖത്ത് പോലെ നിർണായക സമയങ്ങളിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു വേതനവും പറ്റാത്ത ഈ സമയങ്ങളിൽ എംബസിയെ സഹായിക്കാൻ സന്നദ്ധരായ വോളണ്ടിയേഴ്സിന് അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചു. We should be proud of the fact that we also belong to a great country like India. We may speak different languages, we may practice different religions, we may have different colors of skin, we may wear different clothes, but it is the Indianness that is recognized. You should be proud of our diversity that makes us unique, but it is the Indianness. But today, let me express my deep gratitude for you to coming in such large numbers, for the warmth and affection which you have shown to me. I will miss Saudi Arabia. I will miss you. I will miss the association which I built with you, working side by side with you. I will also miss the little jokes we cracked during very tough times. That is what kept us going. And I must share with you today as to how the process began. I began first with a conversation with my staff in the embassy. I said, we have this situation, we have such a large community, we are only 100 of us, and to help we need to do a lot, and I think we are not enough. So we have to forge a partnership with the community. So I told them, when anyone comes to you, in front of you with a problem, when you deal with community welfare work, it so happens that you get hundreds of people coming you, and you begin to lose patience. You lose temper. One can understand that very much. I said, you just pause for a few seconds. Just pause for a few seconds. Do it for your own self. Do it for your own conscience. And you will find that you will be a very satisfied person. And I must say that is the feeling which was shared by my embassy people, and I think that's a feeling which motivated the volunteers and was experienced by them
in this whole process. ഇന്ത്യയും സൗദിയും തമ്മിൽ വ്യാപാര വാണിജ്യ രംഗങ്ങളിലെന്ന പോലെ സാംസ്കാരിക വിനിമയത്തിലും മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇത് ശക്തമായി തന്നെ തുടർന്നു പോകണം. സൗദിയിലെ അനുഭവങ്ങൾ മറക്കാനാവില്ലെന്നും പ്രവാസി തൊഴിലാളികളുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായ ഇന്ത്യ ഗവൺമെന്റുമായി സൗദി അധികൃതർ ഒപ്പുവെച്ച ഗാർഹിക കരാറിന്റെ ഭാഗമാകാൻ സാധിച്ചാൽ സന്തോഷമുണ്ടെന്നും സൗദി ഭരണാധികാരികളിൽ നിന്ന് ഇന്ത്യൻ സമൂഹത്തിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഹമീദ് അലി റാവു വ്യക്തമാക്കി. So there is an element of pain as I leave Kingdom. I leave behind such great associations, such wonderful time we had. We may had our own little differences, because in a family, in a large family, differences are bound to occur. And if differences do not occur, then there is some problem. But at the end of it, in a family, the greatness of the family is that we are together. And we decide together, we work together. That is important. And you have demonstrated that in ample manner. വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി സുഹൃത്തുക്കളെ സമ്പാദിക്കാനും തന്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച മുഹമ്മദ് സൈഗം ഖാൻ, ബാലചന്ദ്രൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു. അംബാസഡർക്കും പത്നി ആസിയ റാവുവിനും റിയാദിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. എംബസി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യൻ എംബസി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകനും നോർക്കയുടെ കൺസൾട്ടന്റുമായ ഷിഹാബ് കോട്ടുകാട് ചടങ്ങിന് നേതൃത്വം നൽകി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടൂറിസം മേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ദുബായിൽ അരങ്ങേറി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2700 എക്സിബിറ്റേഴ്സാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന ATM എന്ന ഈ മേളയിൽ വന്നെത്തിയത്. ദുബായിയുടെ ടൂറിസം മേളയ്ക്ക് വൻ കുതിപ്പാണ് ഓരോ വർഷവും ATM നൽകുന്നത്. അറബ് ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം മേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ദുബായിൽ ശ്രദ്ധേയമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ പ്രദർശനവും വിവിധ സെമിനാറുകളും അരങ്ങേറിയത്. UAE-യിലെ വിവിധ എമിറേറ്റുകളുടെ വാണിജ്യ സാംസ്കാരിക ഇടങ്ങളും പവലിയനുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ദുബായിയുടെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ഹെറിറ്റേജ് സെന്റർ, എമിറേറ്റ്സ് എയർലൈൻസ് എന്നിവയും ഷാർജ, റാസൽ ഖൈമ, അജ്മാൻ, അബുദാബി തുടങ്ങിയവയുടെ പവലിയനുകളും ഇവിടെ അണിനിരന്നു. സൗദി അറേബ്യയുടെ ഇലാഫ് ഗ്രൂപ്പും ATM-ന്റെ ഭാഗമായി മാറി. ഇലാഫ് ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് MS ബിൻ മഹ്ഫൂസ്, ഇലാഫ് ഹോട്ടൽസ് കമ്പനി വൈസ് പ്രസിഡന്റ് അഹമ്മദ് അലി ഹാജർ തുടങ്ങിയവരും ATM-ൽ തങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വാചാലരായി. It's been in the market for 30 years right now. We are 3 divisions in Ilaf. We have travel, we have hotels, and we have Hajj and Umrah division. We are operating right now 350,000 rooms in different cities of Saudi Arabia, mainly in Mecca and Medina and Jeddah. We participate every year. It's a very important event for us, and we network with our agents and our partners in the ATM and do agreements and contracts, and that's our participation. It's very important for us to be present. 86 രാജ്യങ്ങളിൽ നിന്നുള്ള 2700 പ്രദർശകർ മേളയിൽ പങ്കെടുത്തു. ഇന്ത്യ ഉൾപ്പെടെ 67 രാജ്യങ്ങളുടെ ദേശീയ പവലിയനുകളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ശ്രദ്ധേയ സ്ഥാനം വഹിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 22ാമത്തെ എഡിഷനാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്നത്. ടൂറിസം വിനോദ രംഗത്തെ അറബ് മേഖലയിലെ ഏറ്റവും വലിയ പ്രദർശനമാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അവിടേക്കുള്ള യാത്രാമാർഗങ്ങൾ, ഹോട്ടൽ സൗകര്യങ്ങൾ, ടൂറിസത്തിന്റെ മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പവലിയനുകൾ ഇവിടെ ഒരുക്കിയിരുന്നു. കേരളത്തിലും ദുബായിലും ഒരുപോലെ പ്രശസ്തിയാർജിച്ച ഫ്ലോറ ഹോസ്പിറ്റാലിറ്റിയും ഇവിടെ പ്രത്യേക പവലിയൻ ഒരുക്കി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മുഹമ്മദ് റാഫി, ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ അനുര മത്തായി, ഗ്രൂപ്പ് കൺസൾട്ടന്റ് നിയാസ് തുടങ്ങിയവരും മേളയിൽ തങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാക്കി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഫ്ലോറ ഗ്രൂപ്പ് ഹോട്ടൽസ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കൊച്ചിയിലുള്ള ഒരു പ്രോപ്പർട്ടി അടക്കം 9 ഹോട്ടൽസാണ് നമ്മളുടെ ഗ്രൂപ്പിലുള്ളത്. ഇനി ഒരു 4 പ്രോപ്പർട്ടിയും കൂടെ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 9 പ്രോപ്പർട്ടിയോടുകൂടി ഞങ്ങൾക്ക് 1200ഓളം റൂംസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 4 പ്രോജക്റ്റുകളിൽ 1200 റൂമുണ്ട്. അതിന് വേണ്ടി വരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്
മോർ ദാൻ 1000 മില്യൺ ദിർഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാനിൽ വരാൻ പോകുന്നതിൽ ഒരു എടുത്തു പറയത്തക്കുള്ള ഒരു പ്രോജക്റ്റ് ദുബായ് ഡൗൺ ടൗണിൽ വരുന്ന ഒരു 300 റൂമിൻ്റെ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. അത് സ്വന്തം ലാൻഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. ഇത്തവണത്തെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ GCC രാജ്യങ്ങളുടെ പവലിയനുകളിൽ UAE-യിലെ അജ്മാൻ എമിറേറ്റിന്റെ പവലിയൻ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. അജ്മാൻ എമിറേറ്റിന്റെ ചരിത്രം വിളിച്ചോതുന്ന മ്യൂസിയത്തിന്റെ ചെറുപതിപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടുകാരായ മുഹമ്മദ് ഹാജി ഇവിടെ. അദ്ദേഹത്തിന്റെ കരവിരുത് തന്നെയാണ് ഈ പവലിയന്റെ പ്രത്യേക ആകർഷണവും. இது ஃபுல்லாக அஜ்மான் மியூசியம். அது അവിടെ தான் பணி செய்தது. இது ஒரு மாதத்தில் அது உண்டாக்கியது. ஒரு மாதத்தில் மற்ற கெமிக்கல் ஐட்டம் சொன்னால் சிப்சம் பவுட்ரு, மற்ற அகத்து ஃபைபர் அது மாதிரி சப்போர்ட்டு கொடுத்துருக்குது. அது பெட்டுன்னு പൊട്ടിക്കാது. ഒരു മാസത്തിൽ செஞ்சாது. മ്യൂസിയത്തിന് പുറമെ എമിറേറ്റ്സിന്റെ പ്രൗഢിയും വേഗതയുടെയും പ്രതീകമായ കുതിരയുടെ പ്രതിമയും ഈ തമിഴ്നാട്ടുകാരൻ തീർത്തിട്ടുണ്ട്. 22 വർഷത്തോളമായി അജ്മാൻ മ്യൂസിയത്തിൽ ജോലി ചെയ്യുന്ന മെഹമ്മൂദ് ഹാജിക്ക് നല്ല പിന്തുണയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ നൽകി വരുന്നത്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിലാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇന്ത്യ പവലിയന്റെ സ്ഥാനം. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ തുറന്നു കാണിക്കുകയാണ് ഈ പവലിയൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ടൂറിസം റിസോർട്ടുകളും പുതിയ ഓഫറുകളാണ് മുന്നോട്ട് വച്ചത്. കേരളത്തിലെ പ്രമുഖ ആയുർവേദ കേന്ദ്രമായ സോമതീരം ആയുർവേദ ഗ്രൂപ്പും ഇന്ത്യയുടെ പവലിയനിൽ പ്രമുഖ സ്ഥാനത്തുണ്ടായിരുന്നു. സോമതീരം ആയുർവേദ ഗ്രൂപ്പ് കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് അറേബ്യൻ ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. സോമതീരത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ റിസോർട്ട് എന്നുള്ള നിലയിൽ അറേബ്യൻ മാർക്കറ്റ് ഒരു വലിയ പൊട്ടൻഷ്യലായിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുന്നത്. ഓരോ വർഷവും വരുന്നതോറും ആയുർവേദത്തെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതലായിട്ട് കൊടുക്കുക, ട്രീറ്റ്മെൻറ്റിനായിട്ടും അതുപോലെ തന്നെ വെൽനസ് പാക്കേജസിനായിട്ടും അറേബ്യൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ക്ലയൻസിനെ സോമതീരത്തേക്കും സോമതീരത്തിൻ്റെ മറ്റ് റിസോർട്ടുകളിലേക്കും കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഞങ്ങൾക്കിപ്പം കേരളത്തിൽ 5 റിസോർട്ടായിട്ടാണുള്ളത്. ആയുർവേദ റിസോർട്ട്, സോമതീരം ആയുർവേദ റിസോർട്ട്, മണൽത്തീരം ആയുർവേദ ബീച്ച് വില്ലേജ്, സോമ ഫാം ഷോർ. ഇത് 3ഉം തിരുവനന്തപുരത്താണ്. പിന്നെ കൊച്ചിയിലെ ലേക്ക് റിസോർട്ടായിട്ട് സോമ കേരള പാലസും, പിന്നെ തട്ടേക്കാട് കോതമംഗലത്ത് സോമ ബേർഡ്സ് സാങ്ച്വറി റിസോർട്ടും സോമ ബേർഡ്സ് ലഗൂൺ. ഇതാണ് ഇപ്പോൾ സമുദ്രത്തിനുള്ളത്. പിന്നെ ഹൗസ് ബോട്ടും ഉണ്ട്. ഞങ്ങൾക്കുള്ള ആയുർവേദ മെഡിസിൻസ് എല്ലാം തന്നെ ഞങ്ങളുടെ GMP ലൈസൻസ്ഡ് മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സമുദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിസോർട്ട് മാത്രമാണ്, ആയുർവേദ റിസോർട്ട് മാത്രമാണ് ഇന്ത്യയിൽ ആയുർവേദ സ്പാ യൂറോപ്പ് സർട്ടിഫിക്കേഷൻ ഉള്ളത്. കൂടാതെ എല്ലാ വർഷവുമുള്ള ആയുർവേദ ബെസ്റ്റ് ആയുർവേദ റിസോർട്ട് അവാർഡ് കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സോമതീരത്തിനാണ് കിട്ടുന്നത്. ബേബി മാത്യു സാറിൻ്റെ ലീഡർഷിപ്പിൽ സോമതീരം ആയുർവേദത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്ഥാപനമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് പുറമെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ആയുർവേദ ചികിത്സയ്ക്കായി നിരവധി പേർ സോമതീരം ആയുർവേദ കേന്ദ്രത്തിലെത്തുന്നുണ്ട്. ATMന്റെ 2014 റിക്കവറി അവാർഡിനുള്ള അവസാന പട്ടികയിലേക്ക് ഇന്ത്യ, നേപ്പാൾ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ ടൂറിസം പവലിയന് പുറമെ ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്റ്റാളും ഇത്തവണത്തെ ATMൽ ഇടം നേടി. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് വഴി ലോകരാജ്യങ്ങൾക്കൊപ്പം ദുബായിയുടെ ടൂറിസം രംഗത്തെ വളർച്ചയുമാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത്. സൗദി അറേബ്യയിലെ വിദേശികളും സ്വദേശികളുമായ 50,000 പേർക്ക് ഇത്തവണ കുറഞ്ഞ ചെലവിൽ ഹജ്ജ് സൗകര്യമൊരുക്കാൻ സൗദി ഹജ്ജ് മന്ത്രാലയം തീരുമാനിച്ചു. ഇത്തവണ 9,000 പേർക്ക് അധികമായി ഹജ്ജ് സൗകര്യമൊരുക്കാനാണ് സൗദി ഹജ്ജ് മന്ത്രാലയത്തിന്റെ തീരുമാനം. കുറഞ്ഞ ചെലവിലുള്ള ഹജ്ജ് പാക്കേജ് സൗദി ഹജ്ജ് മന്ത്രാലയം പ്രഖ്യാപിച്ചു.
എച്ച് കാറ്റഗറിയിൽപ്പെട്ട തമ്പുകൾക്ക് 3000 മുതൽ റിയാലാണ് ചാർജ്. മഷായർ ട്രെയിൻ ടിക്കറ്റുകൾക്ക് പുറമെയാണ് ഇത്. A1 ഇനത്തിൽപ്പെട്ട തമ്പുകൾക്ക് 5000 റിയാലും A2 വിഭാഗത്തിൽപ്പെട്ടവർക്ക് 4800, ബി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 4400, സി വിഭാഗത്തിൽപ്പെട്ട തമ്പുകൾക്ക് 4150, D1, D2, H തമ്പുകൾക്ക് 3900, 3500, 3000 റിയാലുമാണ് ഈടാക്കുകയെന്ന് സൗദി മന്ത്രാലയം അറിയിച്ചു. മിനയിലെയും അറഫയിലെയും ടെന്റുകളിൽ ഭക്ഷണ, സെക്യൂരിറ്റി, ക്ലീനിംഗ് സൗകര്യങ്ങൾ ലഭിക്കും. തവാഫ് ചെയ്യുന്ന ഭാഗത്തിന്റെ വികസന പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തിയാകുമെന്ന് ഹംറ വികസന സമിതി അറിയിച്ചു. അടുത്ത റമദാന് മുൻപ് പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഹജ്ജിന് മുൻപ് ഹറം വികസന പദ്ധതികളും പൂർത്തിയാക്കും. 24 മണിക്കൂറും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുൻപ് തുടങ്ങിയ പദ്ധതി ഈ വർഷം പൂർത്തിയാക്കണം എന്നാണ് കരാറിലുള്ളത്. വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ഉസ്മാനിയ ഭരണകാലത്തെ ഇടനാഴി ഹറമിന്റെ മുറ്റത്ത് പുനർനിർമ്മിക്കുന്നുണ്ട്. ഹുബകളിൽ നിറം മാറ്റിയും ഏതാനും ചെറിയ മാറ്റങ്ങളോടെയുമാണ് പുനർനിർമ്മാണം. ഹംറ വികസന പദ്ധതി ഏറ്റെടുത്ത കമ്പനിയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഈ വർഷം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഉംറക്കാരുടെ നല്ല തിരക്കാണ് മക്കയിലും മദീനയിലും. വിവിധ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിച്ചു. മദാഫ് വികസന പദ്ധതി കണക്കിലെടുത്ത് ഉംറ വിസ അനുവദിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഉംറ വിസ കാലാവധി 15 ദിവസമായി പരിമിതപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ സഹായിച്ചു. ഒരേ സമയം പുണ്യസ്ഥലങ്ങളിലാകെയുള്ള വിദേശ തീർത്ഥാടകരുടെ എണ്ണം 5 ലക്ഷം കവിയാത്ത നിലയിലാണ് ഹജ്ജ് മന്ത്രാലയം ഉംറ വിസ അനുവദിക്കുന്നത്. മക്കയിലും മദീനയിലും ഉംറ തീർത്ഥാടകർക്കായി കൂടുതൽ പാർപ്പിടങ്ങൾ ലഭ്യമാക്കാൻ ഹജ്ജ് മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയ്ക്ക് വിശുദ്ധ ഹറമിലും മസ്ജിദുൻ നബവിയിലും വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഇതിന് അനുസൃതമായാണ് ഉംറ തീർത്ഥാടകർക്ക് കൂടുതൽ പാർപ്പിടങ്ങൾ ലഭ്യമാക്കുന്നത്. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233816. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.